മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ചെലവുകൾ സംബന്ധിച്ച് ജെയിംസ് വടക്കൻ നൽകിയ കേസിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം പുറത്തായി. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,75,000 രൂപ ചെലവായെന്നാണ് കണക്ക്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായെന്നും സത്യവാങ്മൂലം പറയുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തികൾക്ക് 1 കോടി രൂപ ചെലവായെന്നും കണക്കുണ്ട്. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന് ഒപ്പം സമർപ്പിച്ച സർക്കാർ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലാണ് ഈ കണക്കുകളുള്ളത്. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സെയ്ഫ്, ഈ കണക്ക് ഒരു വലിയ കണക്കായി കാണുന്നുണ്ടോ? ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 ചെലവായി എന്നുള്ളൊരു കണക്കിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ജിംസ്, അതിൻ്റെ ഒരു വശത്ത് മാത്രം നോക്കിയാൽ പോലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് വായിച്ചെടുക്കണം. പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ഒറ്റ നോട്ടത്തിൽ അത് വായിച്ചെടുക്കുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികത അല്ലെങ്കിൽ നമുക്കൊരു അവ്യക്തത തോന്നുന്നുണ്ട്. ഇത്രയൊക്കെ പൈസ ഇതിനു വേണ്ടി ചിലവാകുമോ എന്നുള്ള ചോദ്യം നമുക്ക് ഉയർത്താൻ കഴിയുന്ന തരത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ രേഖ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അതിൻ്റെ സത്യവാങ്മൂലം നൽകുമ്പോൾ മെമ്മോറാണ്ടത്തിൻ്റെ കൂട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ വിശദാംശങ്ങൾ അവിടെ നൽകിയിരിക്കുന്നത്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അതിനകത്തൊരു അവിശ്വസനീയത നമുക്ക് തോന്നും. 359 മൃതദേഹങ്ങളാണ് അവിടെ സംസ്കരിച്ചിരിക്കുന്നത്. 2,76,75,000 രൂപ അതിനുവേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി 75,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. മൃതദേഹം സംസ്കരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കൂട്ടത്തോടെ അവിടെ കുഴിയെടുത്തിട്ട് ആൾക്കാരെ അവിടെ അടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു മൃതദേഹം സംസ്കരിക്കാൻ അല്ലെങ്കിൽ ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 75,000 രൂപ എങ്ങനെ ചെലവാകും എന്നുള്ള ചോദ്യം അത് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് തോന്നുന്നത് ഈ വാളണ്ടിയർമാരെയും ട്രൂപ്പുകളെയും, അതായത് ഈ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ദുരന്തബാധിത മേഖലയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നുണ്ട്. വാളണ്ടിയർമാരെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വാളണ്ടിയർമാർ നടത്തിയ പ്രവർത്തനത്തെ നമ്മൾ കുറച്ച് കാണുകയല്ല. വാളണ്ടിയർമാരും ട്രൂപ്പുകളെയും കൊണ്ടുപോകാൻ വേണ്ടി ഗതാഗതത്തിന് വേണ്ടി 4 കോടി രൂപ 400 ലക്ഷം രൂപ ചെലവാക്കി എന്നാണ് ഈ കണക്കിൽ വ്യക്തമാക്കുന്നത്. ഈ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഭക്ഷണം, വെള്ള വിതരണം എന്നിവയ്ക്ക് 10 കോടി രൂപ ചെലവായിട്ടുണ്ട്. ആ ദുരന്തബാധിത മേഖലയിൽ കുറേ ദിവസം അത് നീണ്ടു നിന്നു. പക്ഷെ 10 കോടി രൂപ ചെലവായി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പെശകുണ്ടോ എന്ന് സംശയിച്ചാലും തെറ്റില്ല എന്ന് തോന്നുന്നു. താമസത്തിന് വേണ്ടി മാത്രം 15 കോടി രൂപ. ആ താമസത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ബെയിലി പാലത്തിന്റെ നിർമ്മാണം, അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ, അലൈഡ് വർക്കുകൾ എന്നാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അതിന് 1 കോടി രൂപ ചെലവായി എന്ന് പറയുന്നുണ്ട്. ബെയിലി പാലം അവിടുത്തെ ദുരന്തബാധിത പ്രദേശത്ത് നിന്ന് ആൾക്കാരെ എത്തിക്കാൻ, അവിടുത്തെ ദുരന്തബാധിത ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അത് എത്രത്തോളം സഹായമായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. പക്ഷെ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപ ആയി എന്നാണ് പറയുന്നത്. എന്താണ് ഈ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ടോർച്ച്, റെയിൻകോട്ട്, കുട എന്നിവയ്ക്ക് വേണ്ടി 2,98 ലക്ഷം രൂപ ചെലവായി എന്നാണ് ഈ കണക്കിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അത് ടോർച്ച്, റെയിൻകോട്ട്, കുട ഇത്രയും അവിടെ ഒരു വിവിധ മേഖലകളിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വോളണ്ടിയർമാരാണ് അവിടെ എത്തിച്ചേർന്നത്. എത്ര പേരുണ്ടായിരുന്നു എന്ന കണക്കൊക്കെ എടുക്കണം. എന്തായാലും 2,98 ലക്ഷം രൂപ അവിടെ അതിനുവേണ്ടി ചെലവായി എന്ന് പറയുന്നുണ്ട്. വോളണ്ടിയർമാരുടെയും ട്രൂപ്പുകളുടെയും മെഡിക്കൽ സഹായത്തിന് 2 കോടി രൂപ 2,02 ലക്ഷം രൂപ ചെലവായി എന്ന് ഈ കണക്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് അവിടുത്തെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇടപെട്ട ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളത് വസ്തുത. പക്ഷേ 2,02 ലക്ഷം രൂപ അതിന് ചെലവായി എന്നാണ് പറയുന്നത്. ഇത്ര ദിവസത്തിനിടയിലാണ് ആ കണക്ക് പുറത്തു വരുന്നത്. അതിനൊപ്പം തന്നെ ഈ 17 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് 4,000-ൽ പരം ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണ ഇനത്തിൽ 8 കോടി രൂപ. ഭക്ഷണത്തിന് സ്വാഭാവികമാണ് ചിലപ്പോൾ പണം ചെലവായി കാണുമെന്ന് വിചാരിക്കാം. വസ്ത്രത്തിന് 11 കോടി രൂപ. വസ്ത്രം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുകയാണ്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ സാധനം അയക്കരുത്, അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, അത് നശിച്ചു പോകത്തേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് അത് അയക്കരുത് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഈ സഹായഹസ്തം ഒഴുകുന്നത് നമ്മൾ അവസാനിക്കുന്നത് കണ്ടത്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളം ഒന്നാകെ കൈപിടിക്കുക എന്നുള്ളത്. പക്ഷെ അവിടെ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ 11 കോടി രൂപ വസ്ത്രത്തിന് വേണ്ടി ചെലവായിട്ടുണ്ട്. ജനറേറ്റർ എടുത്തതിന് 7 കോടി രൂപ ചെലവായി എന്നാണ് പറയുന്നത്. 700 ലക്ഷം രൂപ ജനറേറ്റർ എടുത്തതിന് ചെലവായി എന്ന് പറയുന്നുണ്ട്. വൈദ്യസഹായത്തിന് 8 കോടി രൂപ ആയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന നിലയിലാണ് ഈ കണക്കുകൾ. ഈ കണക്കിൽ ഒരാ വ്യക്തതയുള്ളത് സേഫ്. ഇപ്പൊ ബെയിലി പാലത്തിന് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 1 കോടി ചെലവാക്കി എന്ന് പറയുന്നു. ഇപ്പൊ ബെയിലി പാലം, അതുപോലെ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം, സൈന്യം ഉപയോഗിച്ച ഹെലികോപ്റ്ററുകൾ, ഇവയുടെയൊക്കെ കണക്കിതിൽ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും തുക വരുമല്ലോ.
അല്ല ആ കണക്ക് അതാണ് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഈ ബെയിലി പാലത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്തൊരു അവ്യക്തത തോന്നുന്നു അജിംസ്. ഈ അലൈഡ് വർക്കുകൾ എന്താണ് ആ വാചകം എന്ന് തോന്നുന്നു. ഈ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപയാവും എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടി തയ്യാറാക്കിയ കണക്കാണോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തയ്യാറാക്കിയ കണക്ക് ഹൈക്കോടതിയിൽ ഒരു രേഖാമൂലം കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെ അവിശ്വസനീയമായി തോന്നാൻ കഴിയുന്ന തരത്തിലുള്ള കണക്ക് കൊടുക്കേണ്ടതുണ്ടോ തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ നിലനിൽക്കും. ഈ കേന്ദ്ര സർക്കാരിലേക്ക് പോകുമ്പോൾ ഈ കണക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ ഇതാണ് പറഞ്ഞത് ഇതാണല്ലോ എന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വാദം. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണമാണ് പറയുന്നത്. മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി 75,000 രൂപ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യം നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന, നമ്മൾ കണ്ണീരോടുകൂടി കണ്ട ആ ദൃശ്യം, ഒരു വലിയ പ്രദേശം, ആ പ്രദേശത്ത് ഒരുപാട് കുഴികൾ ഇങ്ങനെ കുഴിക്കുന്നു, എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ അവിടെ അടക്കം ചെയ്യുന്നു. അങ്ങനെ ഒരു കുഴിയിൽ ഒരാളെ അടക്കാൻ വേണ്ടി 75,000 രൂപ ചെലവായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വാഭാവികതയുണ്ട്. ആ അസ്വാഭാവികതയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ വോളണ്ടിയർമാരെ മറ്റും കൊണ്ടുപോകാൻ എന്തിനാണ് 4 കോടി രൂപ എന്ന് നമുക്ക് ആലോചിച്ചിട്ട് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. അത് എല്ലാ ദിവസത്തെയും ഒരു 30 ദിവസം നീണ്ടുനിന്ന പ്രോസസ് ആയിരിക്കും. എല്ലാ ദിവസവും ഇവരെ കൊണ്ടുപോയതിൻ്റെ ചിലവാണോ, ഇതിൻ്റെ പെട്രോളും മറ്റും. ഇപ്പോൾ JCB വാടകയ്ക്ക് എടുത്തു എന്ന് പറയുന്നുണ്ട്, ആംബുലൻസ് എടുത്തു എന്ന് പറയുന്നത്. സന്നദ്ധ സംഘടനകൾ മിക്കവരും വന്നിട്ടുള്ളത് അവിടെ, ഞാൻ മനസ്സിലാക്കുന്ന അവിടെ സന്നദ്ധ സംഘടനകൾ മിക്കവരും വന്നിട്ടുള്ളത് അവരുടെ അവർ കൊണ്ടുവന്ന ആംബുലൻസുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് എണ്ണ, ഇപ്പോൾ പെട്രോൾ ആയാലും ഡീസൽ ആയാലും അത് അടിച്ചു കൊടുത്തത് സംസ്ഥാന സർക്കാർ ആയിരിക്കാം. പക്ഷേ ഇത് ഗതാഗതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ JCB വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി ഇത്രയും പൈസ ചെലവായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ. ഭക്ഷണ വിതരണത്തിന് 10 കോടി രൂപ, ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് 10 കോടി രൂപ ചെലവായി എന്ന് പറയുന്നുണ്ട്. താമസത്തിന് 15 കോടി എന്ന് പറയുന്നുണ്ട്. ഈ ടോർച്ചും റെയിൻകോട്ടും കുടയും ഒക്കെ വാങ്ങാൻ വേണ്ടി 3 കോടിയോളം രൂപ, 2,98 ലക്ഷം രൂപയുടെ കണക്കാണ് സംസ്ഥാന സർക്കാർ ബോധിപ്പിച്ചിരിക്കുന്നത്. വോളണ്ടിയർമാരുടെയും മെഡിക്കൽ സഹായം അത് സ്വാഭാവികമായിട്ട് അവർ ചെയ്യേണ്ടതാണ്. കാരണം ഇതിനകത്ത് എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം പട്ടാളത്തിനൊപ്പം ഒക്കെ ഈ വോളണ്ടിയർമാരാണ് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ അവിടെ അതിനുള്ള സംവിധാനം ഒരുക്കുന്നത്. പക്ഷേ അതിന് 2 കോടി രൂപ 2 കോടി 2 ലക്ഷം രൂപയുടെ ചെലവുണ്ടായി എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കുന്നത്. ഇതൊരു ഒഫീഷ്യൽ കണക്കാണ്. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് നൽകിയ ഇത് കേസുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി നൽകിയ സത്യവാങ്മൂലത്തിനൊപ്പമുള്ള ഒരു മെമ്മോറാണ്ടമായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് ഒരു സംവിധാനത്തിലേക്ക് കൊടുത്ത ഈ കണക്കിൽ അതിനകത്ത് ഒറ്റ നോട്ടത്തിൽ ചില സംശയങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നുണ്ട്. അജിംസ്, ശരി.